എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് ഇറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലെമൺ ഇടിയപ്പമാണ്. ഇപ്പം നമ്മൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇടിയപ്പം പൊടിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കി ഇടിയപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അറിയാത്തവർ അത് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. നമുക്ക് ലെമൺ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ലെമൺ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഇടിയപ്പം ആദ്യം നമുക്കൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഈ ഇടിയപ്പം ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇടിയപ്പം എല്ലാം പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 4.5 കപ്പ് ഇടിയപ്പം ഉണ്ടാവും. ഇത് ഏകദേശം 1 കപ്പ് പൊടി കൊണ്ട് നമുക്ക് ഇത്രയും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇടിയപ്പം താളിച്ചിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, കപ്പലണ്ടി, നല്ലെണ്ണ, കായപ്പൊടി. കപ്പലണ്ടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കശുവണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി വേണ്ടത് ചെറുനാരങ്ങ. ചെറുനാരങ്ങ ഒന്ന് 2ആയിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുക്കണം. ചെറുനാരങ്ങയുടെ നീരിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം, പുളി നോക്കിയിട്ട്. ഇനി പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങ നീര് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും കപ്പലണ്ടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കപ്പലണ്ടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കപ്പലണ്ടി ഒന്ന് മൂത്ത് ഇങ്ങനെ പൊട്ടി വരുന്ന ഒച്ച കേൾക്കുന്നവരെ നന്നായിട്ട് വഴറ്റണം. കപ്പലണ്ടി പരിപ്പൊന്നും കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്തൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞതാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പം ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിയപ്പം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇടിയപ്പം ചേർത്തതിന് ശേഷം പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇടിയപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ മസാലയൊക്കെ ഇടിയപ്പത്തിന് നന്നായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടിയപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ ആവശ്യത്തിന് നാരങ്ങ നീരൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലെമൺ ഇടിയപ്പം റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണ്
കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരടി നമുക്ക് വീട്ടിൽ ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.